ഹലോ, എന്റെ നമ്പർ നീ സേവ് ചെയ്തിട്ടില്ലേ? മാലതി നാത്തൂനായിരുന്നോ? എന്താ നാത്തൂനെ ഈ നേരത്ത്? എന്താടി ഒരുമാതിരി നീ കളിയാക്കുന്ന പോലെ? ഏയ്, നാത്തൂന് തോന്നിയതാ നാത്തൂനെ. ഞാൻ അങ്ങനെ നാത്തൂനെ കളിയാക്കോ? പോട്ടെ, ആ വാൾ അവിടെ സുരക്ഷിതല്ലേ? വാളോ? ഏത് വാള്? ഡീ കുഞ്ഞമ്മായി, ഇത്തരം കാര്യങ്ങളൊന്നും ഫോണിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ട്രാപ്പ് ട്രാപ്പ്. സോറി, ഞാനത് ഓർത്തില്ല. ആ കാർത്തിയെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് പുതിയ ഡ്രാമയുടെ ഭാഗമായിട്ട് കളിക്കുമായിരുന്നല്ലേ? ഞാനൊരു ഡ്രാമയും കളിച്ചിട്ടില്ല. നീ ഡ്രാമ കളിച്ച് ആ വാള് വിറ്റ കാശ് ഒതുക്കാനൊന്നും നോക്കണ്ട. ഓ, പിന്നെ അവര് വാളും പൊക്കി പിടിച്ചോണ്ട് വരുന്നു. ഏത് വാള്? ആരുടെ വാള്? എന്ത് കൊടുവാള്? കൊടുവാളും പൊതുവാളും ഒന്നുമല്ല, ചെമ്പകമംഗലത്തിലെ ഉടവാള്. ഞാനൊരു മംഗലത്തെയും വാളെടുത്തിട്ടില്ല. ആവശ്യമില്ലാത്തത് പറഞ്ഞാലേ എന്റെ സ്വഭാവം മാറും. എന്നെ ചതിക്കാനാണ് നീ പ്ലാൻ ഇട്ടിരിക്കുന്നെങ്കിൽ ആ വാളെടുത്ത് നിന്നെ ഞാൻ പൊക്കും. ACP കാർത്തിക് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. പിന്നെയാ വെറും ഈയാൻ പാറ്റയായ നീ. വെച്ചിട്ട് പോടി. ഇവൾക്കിട്ടൊരു പണി കൊടുക്കണമല്ലോ. എന്താ വഴി? അവൾ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ചെറിയ പണിയൊന്നും കൊടുത്താ പോരാ. ഇതാണ് സ്റ്റാൻഡേർഡ് വേല. ചേച്ചി. വൈശാഖേ, എന്തുണ്ടാ അവിടെ വിശേഷം? ഇവിടത്തെ വിശേഷങ്ങളൊക്കെ ചേച്ചി TV കണ്ടതല്ലേ? കണ്ടു. കില്ലാപ്പട്ടിയെ തല്ലുന്ന പോലെ ആ കാർട്ടെടുത്ത് നിന്നെ എടുത്ത് താങ്ങുന്ന കണ്ടപ്പോ എന്റെ ചങ്ക അലച്ചു പോയി. നിനക്ക് ദൈവം 2 കൈ തന്നിരിക്കുന്നത് എന്തിനാടാ? തിരിച്ചടിക്കണ്ടേ അവനെ? അതൊക്കെ എൻ്റെ ഒരു അഭ്യാസമല്ലായിരുന്നു ചേച്ചി. എന്ത് അഭ്യാസമാണെങ്കിലും അത് നന്നായില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നീയും മൈഥിലിയും തമ്മിലുള്ള യഥാർത്ഥ ബന്ധം എല്ലാവർക്കും ഇപ്പൊ ഇവിടെ മനസ്സിലായി. അവൻ ആ കാർത്തിക മര്യാദകൾ കണ്ടോ? ഞങ്ങള് ചെമ്പകമംഗലത്തെ സ്വർണ്ണവാൾ കട്ടുകൊണ്ട് പോകുന്നു. എന്തെങ്കിലും കള്ളക്കഥ ഉണ്ടാക്കി നിങ്ങളെ കൊടുക്കാനാ അവന്റെ പദ്ധതി. അവിടെ വാളുമില്ല, ഒരു തേളുമില്ലാന്ന് എനിക്കറിഞ്ഞൂടെ? അല്ലെങ്കിൽ തന്നെ വാള് കട്ടെടുക്കാൻ മൈഥിലിക്ക് എവിടെയാ നേരം? അവൾ ഇന്നലെ രാത്രി ഉറങ്ങിയതേ കാർത്തിക്കൊപ്പം അവന്റെ മുറിയിലല്ലായിരുന്നോ? മുറിയിലെന്ന് വെച്ചാ? മൈഥിലിയും കാർത്തിക്കും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഒരു മുറിയിലാ കഴിഞ്ഞത് ഇന്നലെ രാത്രിയില്. അപ്പൊ മീനാക്ഷി? മീനാക്ഷിയെ മൈഥിലി ബോധം കെടുത്തി കിടത്തി. എന്നിട്ടേ ഇന്നലെ രാത്രി 2 പേരും കൂടെ ഒരുമിച്ചാ കിടന്നുറങ്ങിയത്. രാവിലെ മീനാക്ഷി വിളിക്കാൻ ചെന്നപ്പോ മീനാക്ഷി എന്താ നീ എന്താ ഇവിടെ? കാർത്തിക് എന്റെ കഴുത്തിൽ കെട്ടിയ താലിയോട് എനിക്ക് നീതി കാണിച്ചേ പറ്റൂ. അതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി എന്റെ ഭർത്താവ് കാർത്തിയോടൊപ്പാ കടന്നത്. ഇന്നലെ രാത്രി എന്ത് സന്തോഷത്തിലായിരുന്നു നമ്മള്, അല്ലേ കാർത്തിക്? പഴയതുപോലെ. ഓ, അത് ശരി. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? അതിന് നിനക്കെന്താ കുഴപ്പം? നിങ്ങൾ ആങ്ങളെയും പെങ്ങളും അല്ലേ? ചേച്ചി ഒന്ന് ഫോൺ വെച്ചേ. ഇന്നവിടെ പലതും നടക്കും. കുറഞ്ഞത് അവളുടെ കയ്യും കാലം തല്ലി ഒടിക്കും. കൊന്നാലും എനിക്ക് സന്തോഷേ ഉള്ളൂ. മൈഥിലി, എടി മൈഥിലി!
വൈശാഖേ, എന്തു പറ്റി നിനക്ക്? എന്താ വല്ലാത്തൊരു ദേഷ്യം? എന്താ കുഞ്ഞു ഉറങ്ങാൻ താമസിക്കുന്നോണ്ടാണോ? നീ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഉറക്കിട്ട് വാ. ചെല്ല്. ഏറ്റെടുക്കുന്ന കൊട്ടേഷൻ അത് ചെറുതായാലും വലുതായാലും അത് കഴിയുന്നിടം വരെ വളരെ മാന്യന്മാരായിരിക്കണം. മദ്യവും മയക്കുമരുന്നും തൊടാനേ പാടില്ല. മനസ്സിലായോ? മനസ്സിലായി. എന്നാ വേഗം വിടറാ. മരുന്ന് കഴിക്കുക കാർത്തിയേട്ടാ. ഈ ടാബ്ലറ്റ്സ് ഒക്കെ എപ്പോഴാണ് കഴിക്കേണ്ടതെന്ന് എങ്ങനെ മനസ്സിലായി? അത് ഞാൻ ഡോക്ടറെ വിളിച്ച് ചോദിച്ചു. ഇതാ കഴിക്ക്. ഒന്ന് പെയിൻ കില്ലറാ. ഒന്നിന് ലേശം സെഡേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര ക്ഷീണം, നല്ല ഉറക്കം വരുന്ന പോലെ. ഇന്ന് മൊത്തം അലച്ചിലല്ലായിരുന്നോ? കൂടാതെ ഈ ടെൻഷൻസും. ഒരു നാശം പിടിച്ച ദിവസമായിരുന്നു ഇന്ന്. അതെ, ഒക്കെ തൽക്കാലം മനസ്സിൽ നിന്ന് വിട്ടേക്ക്. അറിയിക്കോ? ഈ ACP കാർത്തികിന് വേറെ വല്ല അഫയറും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു എന്നല്ല, ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. വിവാഹത്തിന് മുമ്പേ അയാളും അവളും തമ്മിൽ രഹസ്യബന്ധത്തിലായിരുന്നു. ആ രഹസ്യക്കാരി അയാളുടെ ബന്ധുവായിരുന്നു. വീട്ടുകാർക്ക് അവളെ ഈ ACP കല്യാണം കഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയ അയാൾ എന്നെ കല്യാണം കഴിച്ചത്. ഈ നിൽക്കുന്ന യുവതിയാണ് ACPയുടെ വിവാദ ഭാര്യ. ഇവരോടൊപ്പമുള്ള അവീത ബന്ധത്തിന് വേണ്ടിയാണ് ഈ കാക്കിയൊടുപ്പിട്ട കാട്ടാളൻ സ്വന്തം കുഞ്ഞിനെയും ഭാര്യയെയും മർദ്ദിച്ചവശരാക്കി വലിച്ചെറിഞ്ഞത്. ഉറങ്ങിയെന്നാ തോന്നുന്നത്. വിശ്വസിക്കണ്ട, വിളഞ്ഞ വിത്ത. ഉറങ്ങിയ പോലെ കിടന്നുകളായി.
എല്ലാം മാറും. ചെമ്പകമംഗലത്തിൻ്റെ കഷ്ടപ്പാടുകളൊക്കെ മാറുന്ന ഒരു ദിവസം വരും. നോക്ക, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഈ കാർത്തിയുടെ മനസ്സിൽ നിന്ന് മീനാക്ഷിയെ പടിയിറക്കി വിടില്ല ഞാൻ. അങ്ങനെയൊക്കെ ഉണ്ടാവണമെങ്കിൽ ആ തെക്കേ പറമ്പിൽ എരിഞ്ഞു തീരുന്ന ഒരു ചിതയിൽ ഞാനും ഒരു ദിവസം എരിഞ്ഞു തീരണം. വിശ്വസിക്കാൻ തനിക്ക്. എൻ്റെ ഈ ചങ്കിൽ ജീവനുള്ള കാലത്തോളം. അയ്യോ, ഓടി വരണേ വൈശാഖേ. അയ്യോ, ഇതാരാ വൈശാഖേ? നിങ്ങളൊക്കെ ആരാ വൈശാഖേ? അയ്യോ വൈശാഖേ, അയ്യോ. പോകരുത്. കരഞ്ഞ ആൾക്കാരെ കൂട്ടിയാ നിന്റെ മരണം പെട്ടെന്നായിരിക്കും. എന്താ? അവൻ ഫോൺ എടുക്കുന്നില്ലല്ലോ. എനിക്ക് സംശയമുണ്ടായിരുന്നു. ഞാൻ നേരത്തെ ഒരു സൂചന തന്നല്ലേ. ഫ്രോഡാവൻ. അവനും ആ മൈഥിലിയും 100% ഫ്രോഡുകളാ. അവൻ ഇന്ന് അങ്ങനെ ചതിക്കൂ അനന്തഗോപൻ? ചതിക്കാൻ തീരുമാനിച്ചവൻ ആരെയും ചതിക്കും. അതിനാളും തരവൊന്നും നോട്ടമില്ലല്ലോ. ദൈവത്തെ വരെ ചതിക്കാൻ തീരുമാനിച്ചവൻ മനുഷ്യനെ പിന്നെ വെറുതെ വിടുവോ? 1-2 രൂപയുടെ മുതലൊന്നും അല്ല മേഡം അവൻ്റെ കൈ കിട്ടിയിരിക്കുന്നത്. കോടികൾ അതിന് വില. കോടികൾ. അവനും അവളും കൂടി മുങ്ങിയിരിക്കും. ഒരുപക്ഷെ അവരിപ്പോൾ ഈ സ്റ്റേറ്റ് തന്നെ വിട്ടുപോയി കാണും. ചതിച്ചേക്കും. മിസ്റ്റർ അനന്തഗോപൻ പറഞ്ഞതിന് 100% സാധ്യതയുള്ളത്. മനുഷ്യന്റെ രക്തത്തിൽ ആദ്യമേ ഉള്ള വികാരം അതാ, ചതി. അത് അവനും പയറ്റാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അവനും അവളും ഈ ലോകത്തെ ഉണ്ടാവില്ല. ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ശരി, അവരെ ഞാൻ ശരിപ്പെടുത്തും. ആ കുഞ്ഞിനെ വരെ. കോടിക്കണക്കിന് രൂപ കയ്യിൽ വന്നാൽ അവർക്ക് എന്താ ചെയ്യാൻ പറ്റാത്തത് മേഡം? അവർ സുരക്ഷിതമായി ഏതെങ്കിലും രാജ്യത്ത് പോയി ജീവിക്കും. നമ്മളെ വിഡ്ഢികളാക്കി അവൻ പോയതിലേ എനിക്ക് സങ്കടമുള്ളൂ. അല്ലെങ്കിൽ തന്നെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യത്തിൽ സത്യസന്ധതയുണ്ടോ? ഒരു ACPയുടെ ഭാര്യയെ വളച്ചവൻ തട്ടിക്കൊണ്ടുപോയത്. വളയ്ക്കാൻ ചെന്നപ്പോൾ വളയാൻ അവളും. ഇവന് എന്നെ ചതിക്കാനുള്ള ഗഡ്സ് ഒന്നുമില്ല. ഞാൻ വാളുമായിട്ട് മുങ്ങിയെന്നായിരിക്കും നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നല്ലേ? ഏയ്, അതൊന്നുമല്ല. നീ എന്താ ഫോൺ എടുക്കാതിരുന്ന?
അത് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണമെന്നുള്ള ചിന്തയിലായിരുന്നു. അതിനിടയ്ക്ക് കോൾ എടുക്കാനൊന്നും തോന്നിയില്ല. ആ അതിരിക്കട്ടെ, സംഗതി കൊണ്ടുവന്നിട്ടുണ്ടോ? ആ പേടിക്കണ്ട, മിസ്റ്റർ അനന്തഗോപൻ നമ്മുടെ ആളാ. കൊണ്ടുവന്നിട്ടുണ്ടോ? ആ ഉണ്ട്. എവിടെ ആ അത്ഭുത വാള്? കാണട്ടെ. എടുക്ക്. വെരി ഗുഡ്. അങ്ങനെ ഒരിക്കൽ കൂടി നീ എനിക്ക് പ്രിയപ്പെട്ടവനായി. ഓ, നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. ആ അല്ല, ഇതൊന്നും പിന്നത്തേക്ക് വെക്കാൻ പറ്റില്ല. നിനക്ക് ഞാനൊരു സമ്മാനം തരും. പിടിക്കാം.